എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങായിമാരെ, ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സേഫ്റ്റി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ്. സേഫ്റ്റി വർക്ക് ചെയ്യുന്നതെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ റോഡിന്റെ സേഫ്റ്റി, നമുക്ക് വേണ്ടി റോഡിൽ ചെയ്യുന്ന സേഫ്റ്റി വർക്കുകൾ എല്ലാം ചെയ്യുന്ന ദ സൈനേജ് ദ റോഡ് സേഫ്റ്റി സിസ്റ്റം എന്ന കമ്പനിയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നും ഇവിടെ എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സൈൻ ബോർഡ്സ് ആണെങ്കിലും അതുപോലെ ഡെലിനേറ്റർ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി എല്ലാം നമുക്കൊന്ന് ഓടിച്ച് കാണാൻ വേണ്ടി എത്തിയേക്കാണ്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോഡിലേക്ക് എല്ലാ സേഫ്റ്റി വർക്ക്, അതായത് ടാറിങ് കഴിഞ്ഞിട്ട് റോഡിൻ്റെ വര, റിഫ്ലക്ഷൻ ബോർഡുകൾ, അതുപോലെ സ്റ്റഡുകൾ, ക്രാഷ് ബാരിയറുകൾ, ഡെലിനേറ്ററുകൾ, അങ്ങനെ റോഡിലെ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഓടിച്ചൊന്ന് കാണാം. അപ്പോൾ നമുക്ക് പോയി തന്നെ കാണാം. നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിഫ്ലക്റ്റീവ് ഷീറ്റുകൾ. നമ്മൾ സൈൻ ബോർഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റീവ് ഷീറ്റുകൾ മെയിനായിട്ട് രണ്ടാണ് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. ടൈപ്പ് 11 ഷീറ്റ് അഥവാ ഡയമണ്ട് ഗ്രേഡ് ഷീറ്റ്, അതാണ് ടോപ്പ്. എക്സ്പ്രസ് ഹൈവേസിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഡയമണ്ട് ഗ്രേഡ്. ഇതിൽ റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്നത് HIP, ഹൈ ഇന്റൻസിറ്റി പ്രിസ്മാറ്റിക് അഥവാ ടൈപ്പ് 4 ഷീറ്റ്. ഇതാ ഈ കാണുന്നതാണ്. ഈ HIP ഷീറ്റിന്റെ ക്രോസിന് ഇങ്ങനെ ഒരു ലൈൻ കൂടി ഉണ്ടാവും. ഡയമണ്ട് ഗ്രേഡ് വരുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിഫ്ലക്ഷൻ കുറവാണ് ഇതിൽ. എന്നാൽ നമ്മുടെ സാധാരണ സ്റ്റേറ്റ് ഹൈവേസിൽ സാധാരണ റോഡുകളിലൊക്കെ നമുക്ക് ഈ HIP ഷീറ്റ് തന്നെ മതിയാവും. അപ്പോൾ ഇതിന്റെ തന്നെ വൈറ്റ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, റെഡ്, ഈ 4 കളറിലുമാണ് അവൈലബിൾ. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് ആണ്. വൈറ്റിൽ പ്രിന്റ് ചെയ്യാൻ ഏത് ഇങ്ക് ഉപയോഗിച്ചും പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് റിഫ്ലക്റ്റീവ് ഷീറ്റുകളാണ്. ചങ്ങായിമാരെ, ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയെന്ന് വെച്ചാൽ റിട്രോ റിഫ്ലക്റ്റീവ് ഗ്ലാസ് മുത്തുകൾ, പിന്നെ അതുപോലെ ലക്ഷക്കണക്കിന് മൈക്രോ പ്രിസങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സബ്സ്ട്രാറ്റിൽ അടച്ചിരിക്കുന്ന ലെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റിഫ്ലക്റ്റീവ് ഷീറ്റുകൾ നമ്മൾ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് അങ്ങോട്ട് തന്നെ പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഈ സാധനം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടുന്നത്. നമ്മുടെ സൈൻ ബോർഡ് പ്രിന്റ് ചെയ്യുന്ന HP ലാറ്റക്സ് 365 മിഷൻ, ഈ പ്രിന്ററാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മിഷനിലാണ് നമ്മൾ സൈൻ ബോർഡ് റിഫ്ലക്റ്റീവ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് സൈൻ ബോർഡ് എല്ലാം പ്രിന്റ് ചെയ്ത് ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൽ പ്രിന്റ് ചെയ്തിട്ട് നേരെ ലാമിനേഷനിലോട്ട് പോകും. ഈ ലാമിനേഷൻ ചെയ്യുന്ന മിഷൻ ഇതാണ്. ലാമിനേഷൻ ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് ഫെയ്ഡ് ആവാതിരിക്കാനും, അതുപോലെ ബോർഡിന് കൂടുതൽ 7 വർഷത്തോളം വാറന്റി ഉള്ള ബോർഡുകളാണ്. അപ്പോൾ 7 വർഷം വാറന്റി കിട്ടുന്നതിന് ഫെയ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേഷൻ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലും 3M തന്നെയാണ്. ഈ ലാമിനേഷൻ മിഷനിലാണ് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ചങ്ങായിമാരെ, നമ്മൾ ഈ കാണുന്നത് പോലെ പ്രിന്റ് ചെയ്തിട്ടുള്ള റിഫ്ലക്റ്റീവ് ഷീറ്റിന് മുകളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലാമിനേറ്റ് ഷീറ്റ് ഉപയോഗിച്ച് ലാമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ റിഫ്ലക്റ്റീവ് ഷീറ്റുകൾ നമ്മൾ സൈൻ ബോർഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചങ്ങായിമാരെ, നമുക്ക് അടുത്ത പരിചയപ്പെടേണ്ട ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ കാണുന്ന റോഡ് സ്റ്റഡ്, ക്യാച്ച് ഐ എന്നൊക്കെ പേര് അറിയപ്പെടുന്ന ഈ ഒരു സാധനമല്ലേ. നമ്മൾ വണ്ടി കയറുമ്പോൾ കട ഒരു സൗണ്ട് വരുന്നത്, ഒരു വൈബ്രേഷൻ വരുന്ന ഈ ഒരു സാധനത്തിന്റെ പേരാണ് റോഡ് സ്റ്റഡ് അഥവാ ക്യാച്ച് ഐ. ഇത് ഒരുപാട് കളറുണ്ട്. മെയിനായിട്ട് ഈ കാണുന്നതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെഡ് ആൻഡ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയി സ്റ്റോപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് റെഡ് ആൻഡ് റെഡ് റോഡ് സ്റ്റഡ്. അതായത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിന് മുന്നേ ഉള്ള സ്റ്റോപ്പ് ലൈന്, അതുപോലുള്ള കമ്പൽസറി ആയിട്ട് നിർത്തേണ്ട സ്ഥലങ്ങൾ, ഒരു റോഡിന്റെ എൻഡ് അടുത്ത മേജർ റോഡിലോട്ട് കയറുന്നതിന് മുന്നേ ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റോപ്പ് ലൈനിലാണ് നമ്മൾ റെഡ് ആൻഡ് റെഡ് റോഡ് സ്റ്റഡ് ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റ് ആൻഡ് വൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെൻട്രൽ ലൈനിൽ സ്ട്രിപ്പിൽ, അതായത് 3 മീറ്റർ ഗ്യാപ്പ് അടിക്കുന്ന സ്ട്രിപ്പിൽ വണ്ടിക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഗ്രീൻ സിഗ്നലാണ്. അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് വൈറ്റ് ആൻഡ് വൈറ്റ് സ്റ്റഡ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെല്ലോ എന്ന് പറയുമ്പോൾ പെഡസ്ട്രിയൻ ക്രോസിങ്ങിന്റെ ബോക്സിൽ, അതുപോലെ നമ്മുടെ റംബിൾ സ്ട്രിപ്പ്, അതായത് റോഡിന് കുറുകെ അടിക്കുന്ന കടകട അടിക്കുന്ന ലൈൻ, അതായത് ഈ ഒരു ലൈൻ ചാടുമ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് കൂടുതൽ സ്പീഡ് കുറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ റോഡുകളിലും ഇത് അടിച്ചിട്ടുണ്ടാവും റോഡിന് കുറുകെ. അതിനാണ് യെല്ലോ സ്റ്റഡ്. പിന്നെ സെൻട്രൽ ലൈനിൽ, കണ്ടിന്യൂസ് ലൈനിലും വളവുകളിലും യെല്ലോ സ്റ്റഡ് സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇപ്പം ഈ അടുത്ത കാലമായിട്ട് കുറെ സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണ് ഗ്രീൻ സ്റ്റഡ്. കുറെ മുന്നേ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കാണുന്ന ഈ ഗ്രീൻ സ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു ബൈ റോഡ്, മേജർ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ബൈ റോഡുകൾ ഉണ്ടെങ്കിൽ ആ ബൈ റോഡിലേക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രീൻ സ്റ്റഡ് ഉപയോഗിക്കുന്നത്. അടുത്ത നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ റെഡ് ആൻഡ് വൈറ്റ് സ്റ്റഡാണ്. ഈ റെഡ് ആൻഡ് വൈറ്റ് സ്റ്റഡ് എന്ന് കഴിഞ്ഞാൽ എഡ്ജ് ലൈനിൽ യൂസ് ചെയ്യുന്ന സ്റ്റഡാണ് റെഡ് ആൻഡ് വൈൻ. അതായത് അവിടുന്ന് വരുന്നവർക്ക് പോകുന്ന സൈഡിൽ റെഡും, അതായത് ഈ എഡ്ജ് ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് വൈറ്റുമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർക്ക് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, പോകുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിന് റെഡ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റഡുകളാണ് നമ്മൾ റോഡിൽ സാധാരണ ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് മീഡിയം മാർക്കർ എന്ന് പറയും. ഈ കാണുന്നതിനെ മീഡിയം മാർക്കർ, ഇത് ഫ്ലെക്സിബിൾ മീഡിയം മാർക്കറാണ്. അതായത് ഒരു മീഡിയനിൽ വെച്ചിട്ട് ഒരു പക്ഷേ വണ്ടി കയറിയാൽ പെട്ടെന്ന് ഒടിയാത്ത മീഡിയം മാർക്കറാണ് ഈ കാണുന്ന മീഡിയം മാർക്കർ. അതുപോലെ തന്നെ വേറൊരു പെർമനന്റ് മീഡിയം മാർക്കറുണ്ട്, കുറച്ചും കൂടി ഡ്രില്ല് ചെയ്ത് ബോൾട്ട് ചെയ്ത് വെക്കുന്നതിനാണ് പെർമനന്റ് മീഡിയം. ഇത് വണ്ടി കയറുവാണെങ്കിൽ പൊട്ടിപ്പോവും, തട്ടിപ്പോവും. അപ്പം ഒരുപാട് ടൈപ്പ് ഉണ്ട്, അതിൽ മെയിനായിട്ടുള്ള 2 ടൈപ്പാണ് ഈ മീഡിയം മാർക്കർ. പിന്നെ നമുക്ക് പരിചയപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെലിനേറ്റർ പോസ്റ്റ്. ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റോഡിൻ്റെ വല സൈഡിൽ കുഴി ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അത്യാവശ്യം ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെച്ചേക്കുന്ന സാധനമാണ്. ഇതിനെ പറയുന്നത് ഡെലിനേറ്റർ പോസ്റ്റ്. ഇതിങ്ങനെ നിര ഒരു 2 മീറ്റർ 3 മീറ്റർ ഗ്യാപ്പിൽ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് റോഡ് സേഫ്റ്റിയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇനി റോഡ് മാർക്കിങ്, അതുപോലെ ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് പോയി പരിചയപ്പെടാം. നമുക്ക് അപ്പോൾ ഇനി സൈൻ ബോർഡ് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പിലോട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട ഈ സൈൻ ബോർഡ് ഒട്ടിക്കുന്ന ഷീറ്റ്, ഈ ഷീറ്റിനെ പറയുന്ന പേര് ACP അഥവാ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ. ഇത് പറയാൻ കാരണം ഇതിൻ്റെ 2 സൈഡിലും അലൂമിനിയം കോട്ടിംഗ് ആണ്. അലൂമിനിയം ഷീറ്റ് കൊണ്ടുള്ള കോട്ടിങ്, നടുക്ക് വേറൊരു മെറ്റീരിയലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ACP അഥവാ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ എന്നറിയപ്പെടുന്നത്. ACP ഷീറ്റിലേക്ക് റിഫ്ലക്റ്റീവ് ഷീറ്റ് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സൈസിന് കട്ട് ചെയ്ത ACP ഷീറ്റ് നേരെ സൂസറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് പ്രിൻ്റ് ചെയ്ത റിഫ്ലക്റ്റീവ് ഷീറ്റ് എടുത്ത് വെച്ച് സൈസെല്ലാം ഓക്കെ ആക്കി കറക്റ്റ് ആക്കിയിട്ട് ടെമ്പർ കറക്റ്റ് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഇൻസുലേഷൻ ഇളക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് സൂസർ കറക്കി ഒട്ടിച്ചെടുക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. ഇതാ ഈ കാണുന്നത് പോലെയാണ് റിഫ്ലക്റ്റീവ് ഷീറ്റുകൾ ACP ഷീറ്റിലേക്ക് ഒട്ടിച്ച് എടുത്ത് സൈൻ ബോർഡാക്കി എടുക്കുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ പോസ്റ്റിന് ഘടിപ്പിക്കുന്ന ക്ലാമ്പ്. ഇതിൻ്റെ ചെറിയ ഹോൾ ഇട്ടുണ്ടാവും. ഈ ഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് റിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോള് ഇട്ടേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് റിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ റിഫ്ലക്റ്റീവ് ഷീറ്റ് ഒട്ടിച്ച ബോർഡും ഫ്രെയിമുമായിട്ട് റിവേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഹോൾ ചെയ്ത് അതിലേക്ക് റിവേറ്റ് വെച്ച് റിവേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് റിവേറ്റ് ചെയ്തെടുക്കും. റിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് റിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡ്. ഷീറ്റ് ഒട്ടിച്ച് റിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡാണ്. ഇതുപോലെയാണ് വലിയ ബോർഡുകൾ ചെയ്യുന്നത്. മെക്കാനിക്സ് എല്ലാം സെയിം ആണ്. എല്ലാ ബോർഡുകളും ഇതേ പരിപാടിയിലാണ് ചെയ്യുന്നത്. ചങ്ങായിമാരെ, പരിമിതമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചങ്ങായിമാരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, ബായ്.